ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മംസ് ഡെയിലി. ഇന്ന് നമുക്കൊരു നാടൻ വഴുതനങ്ങ മസാല ആയാലോ. വഴുതനങ്ങയൊക്കെ അങ്ങനെ അധികം ആൾക്കാർക്ക് ഇഷ്ടമില്ല. എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ഈ ഒരു കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഈ ഒരു കറി ഒരു മസാല കറിയാണ്. ഇതിനകത്ത് നമ്മൾ സവാളയൊന്നും ഉപയോഗിക്കുന്നില്ല, തക്കാളി വെച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് നല്ല സ്പൈസിയാണ് താനും. നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു വഴുതനങ്ങ മസാലയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ വഴുതനങ്ങ മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം എടുക്കുന്നത് ഒരു വഴുതനങ്ങയാണ്. ഇതൊരു 300 ഗ്രാമോളം വരുന്ന വലിയ വഴുതനങ്ങയാണ്. കുഞ്ഞു വഴുതനങ്ങ നാട്ടിലൊക്കെ എളുപ്പമാണ് കിട്ടാൻ, ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ് കിട്ടാനൊക്കെ. ഇവിടെ ഇങ്ങനത്തെ വലിയതാണ് വരിക. അപ്പോൾ ഞാനിത് ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞു വഴുതനങ്ങയാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ച് ഒന്നില്ലെങ്കിൽ അത് ഒത്തിരി കുഞ്ഞിതാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ അതൊരു 4 കീറി നമുക്ക് ഇടാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ അരിഞ്ഞ് ഇടാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഇടാം കേട്ടോ. അപ്പം ഞാനിതൊന്ന് പെട്ടെന്ന് അരിഞ്ഞെടുത്തിട്ട് വരാവേ. അപ്പോൾ ഇവിടെ അരിഞ്ഞെടുത്ത് കഴിഞ്ഞു. ഈ ഒരു ക്യൂബ് കണക്കിനാണ്, ഒരു ക്യൂബ് ഷേപ്പിലാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. തീരെ ചെറുതുമല്ല. ഇനി നമ്മളിത് ഒന്ന് വറുത്ത് കോരാൻ പോവാണ്. അതിന് മസാല ഉപ്പും മുളകും ഒന്നും നമ്മൾ തിരുമ്മി വെക്കുന്നില്ല. നമ്മൾ ആദ്യം ഒരു പാത്രത്തിനകത്ത് എണ്ണ ചൂടാക്കുന്നു, നമ്മളത് വറുത്തെടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പം ഞാനിവിടെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഇതൊരു നാടൻ സ്റ്റൈലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കോക്കനട്ട് ഓയിലോ വെജിറ്റബിൾ ഓയിലോ യൂസ് ചെയ്യാം. ഈ എണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ ഇച്ചിരി വേപ്പിലയും അതുപോലെ തന്നെ മുഴുവൻ കുരുമുളകും ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും, ഞാൻ വറുക്കുന്നതിലൊക്കെ ഇത് രണ്ടും ആഡ് ചെയ്യാറുണ്ട്. അതൊരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. ഇനി ഞാൻ ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങ ഇതിനകത്തോട്ട് ഇട്ട് ഒരു 2-3 മിനിറ്റോളം ഞാൻ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വറുത്ത് കോരുന്നത് കേട്ടോ. ഇതാണ് ഈ ഒരു കറിക്ക് ടേസ്റ്റ് കൊടുക്കുന്നത്. ഇതാണ് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് വറുത്ത് എടുത്തിട്ട് വരാം. ഞാൻ പറഞ്ഞ പോലെ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ 3 മിനിറ്റോളം സമയം എടുത്തിട്ട് നമ്മളിതൊന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ നിറമൊക്കെ പതുക്കെ ഒന്ന് ഗോൾഡിഷ് ആവാൻ തുടങ്ങും. ഒത്തിരിയല്ല, കുറച്ച് ഞാൻ കാണിച്ചു തരാം. ആ ഒരു പരുവത്തിന് നമുക്കിത് വാങ്ങിയെടുക്കാം. ഇപ്പോൾ ഇവിടെ ഇത് കണ്ടോ, ഈ ഒരു കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഈ ഒരു സ്റ്റേജിൽ നമുക്കിത് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. ഞാനിനി ഒരു പാത്രത്തിലോട്ട് മാറ്റാൻ പോവാണ്. ചെറിയൊരു കളർ ചേഞ്ച് വരുമ്പോഴത്തേക്ക് നമുക്കിത് വറുത്ത് കോരി എടുക്കാം. ഇനി നമ്മൾ ഈ ഒരു എണ്ണയിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു വെളിച്ചെണ്ണയിലാണ് ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്, ബാക്കി കറിയുടെ മസാല. അപ്പോൾ നിങ്ങൾക്ക് ഈ എണ്ണ കുറച്ച് കൂടുതലാണ് എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റാം. അതല്ല, എണ്ണ കുറച്ച് കൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് കുറച്ചും കൂടി എണ്ണ ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ എണ്ണയിൽ തന്നെ ഒരു ലോ ഫ്ലെയിമിലാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം നമ്മൾ ഇടുന്നത് കടുകാണ്. അപ്പം ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കടുക് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഇനി ചേർക്കാൻ പോകുന്നത് 1 ടീസ്പൂണോളം ജീരകമാണ്. അതായത് നല്ല ജീരകം എന്നാ പറയുക, പെരുംജീരകമല്ല, നല്ല ജീരകം 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ബേ ലീഫാണ്. അത് ഞാൻ ചെറുതായിട്ടൊന്ന് കീറിയിട്ടാണ്, ഒത്തിരി വലിയ ഇലയാണ് ഇവിടെ കിട്ടിയത്, അപ്പം ഞാൻ ചെറുതായിട്ട് അതൊന്ന് കീറി ചേർക്കാം കേട്ടോ. ഇനി ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം പട്ടയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇത് മൂത്ത് വരുമ്പോഴത്തേക്കും, മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത് പെരുങ്കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ. അതൊരു 1/2 ടീസ്പൂണാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. പെരുങ്കായത്തിൻ്റെ പൊടി തന്നെ ചേർക്കണം. ഇനിയിപ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പെരുങ്കായം ഈ കറി ഒരു പകുതി സ്റ്റേജിലെത്തുമ്പോൾ ചേർത്താൽ മതിയാവും. ഞാനിപ്പോൾ പൊടി ആയതുകൊണ്ടാണ് ആദ്യമേ തന്നെ ചേർത്തത്. അപ്പോൾ പൊടി ചേർത്തു. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് പച്ചമുളകാണ്. ഒരു 3-4 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് കീറിയിട്ട് നമുക്ക് ഇതിനകത്ത് ചേർക്കാം കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടുത്തത് ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂണോളം നമ്മൾ കൊത്തി അരിഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയാണ് ചേർക്കാൻ പോകുന്നത്. ഇതിനകത്ത് നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നേ ഇല്ല. ഇനി ഇഞ്ചി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് നമുക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ഉണക്കമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറച്ച് സ്പൈസിയാണ്. അപ്പം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എരിവ് അതനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഞാൻ കുറച്ച് വേപ്പില കീറി ചേർക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മളിനി ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് തക്കാളിയാണ്. ഞാനിവിടെ ഒരു 4 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ എടുത്തിരിക്കുന്ന വഴുതനങ്ങയ്ക്ക്
സമമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു റേഷ്യോ വരാനായിട്ടുള്ള 4 തക്കാളി, അരിഞ്ഞ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒരു മിനിറ്റോളം നമുക്കൊന്നൊരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കാരണം ഇതിനകത്തുള്ള മസാല അതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു കറിക്കകത്ത് സവാള ഒന്നും ചേർക്കുന്നില്ല, അതല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് വരും. നിങ്ങളിത് കഴിച്ചാൽ നിങ്ങൾക്കിത് മനസ്സിലാവത്തുള്ളൂ. വഴുതനങ്ങ അത് അത്രയും ടേസ്റ്റ് ആയിട്ട് വരും. ഈവൻ നമുക്ക് വെണ്ടയ്ക്കും ഇതുപോലെ ഉണ്ടാക്കാം, പക്ഷെ വറക്കണം എന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോവും. അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ലതുപോലെ 1 മിനിറ്റോളം ഞാൻ ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ കുറച്ച് മസാലകൾ ഇടാണ്. അതായത് ഞാൻ 2 ടീസ്പൂണോളം കശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. പിന്നെ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണോളം പെപ്പർ പൗഡർ. അപ്പം ഈ മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും ഇത് രണ്ടും കൂടെ നമുക്ക് നല്ലതുപോലെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ആ മസാലയുടെ മണക്കൊന്ന് മാറി വരട്ടെ. അപ്പോൾ അന്നേരം നിങ്ങൾ ഈ മസാലകൾ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് മൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നല്ലതുപോലെ മസാലയുടെ മണമെല്ലാം അല്ലെങ്കിൽ ഈ നമ്മളിട്ട മസാലപ്പൊടിയുടെ കുത്തുമണമെല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 2 ടേബിൾ സ്പൂണോളം തേങ്ങ, അതായത് ചെരുകിയ തേങ്ങ ഞാൻ ചേർക്കാണ് കേട്ടോ. അല്ലെങ്കിൽ തേങ്ങ ചെരുകിയത് ഞാൻ ചേർക്കാണ് 2 ടേബിൾ സ്പൂൺ. ഈ ഒരു തേങ്ങയുടെ അല്ലെങ്കിൽ നമ്മൾ ചെരുകിയ തേങ്ങ ആഡ് ചെയ്തതിൻ്റെ ഫ്ലേവറാണ് ഇതിന് എന്നാ പറയുക, ഒരു പ്രത്യേക മണോ രുചിയൊക്കെയാണ് ഇത് കഴിക്കുമ്പം. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നിങ്ങളത് ടേസ്റ്റ് ചെയ്തിട്ട് തന്നെ അറിയണം. അപ്പം ഈ തേങ്ങ ഇട്ടു, ഞാൻ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തു, മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് വേവിക്കണം. അപ്പോൾ ഇവിടെ 3 മിനിറ്റ് കഴിഞ്ഞു. ഞാനിതൊന്ന് തുറന്ന് നോക്കാണ്. കണ്ടോ എന്ത് ഭംഗിയെ കാണാനായിട്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്യുക മാത്രമല്ല, നല്ലതുപോലെ ഉടച്ചു കൊടുക്കണം തക്കാളി. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്ത് ഇതൊന്ന് തണുത്ത് ചൂടെല്ലാം ആറിക്കഴിഞ്ഞ് നമുക്കിത് മിക്സിയിൽ വേണമെങ്കിൽ ഇതൊന്ന് അരച്ചെടുക്കാം. എനിക്ക് അത് ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടില്ല. ഞാനതങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം, പക്ഷെ അത് ഒത്തിരി അങ്ങ് ഒരുമാതിരി ഈ പനീർ മസാലയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ഫ്ലേവർ പോലെ അങ്ങ് തോന്നി. അപ്പോൾ അതിനേക്കാളും നല്ലത് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ തക്കാളി ഒന്ന് നമ്മുടെ സ്പൂൺ വെച്ചിട്ട് തന്നെ, തവി വെച്ചിട്ട് തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നല്ലതുപോലെ ഉടച്ചു കൊടുക്കാം കേട്ടോ. അപ്പം നല്ലതുപോലെ അത് പിടിച്ചോളും. മസാലയ്ക്കാണെങ്കിൽ നല്ലതുപോലെ അങ്ങ് വന്നേക്കും. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. ഇനി ഇപ്പോഴാണ് ഞാൻ ഉപ്പിടുന്നത്. ഞാൻ നേരത്തെ ഉപ്പിടാൻ മറന്നതല്ല. ഈ സമയത്ത് വേണം നിങ്ങൾ ഇനി ഉപ്പിടാനായിട്ട്. അതായത് തക്കാളിയെല്ലാം നല്ലതുപോലെ ഉടച്ചു കഴിഞ്ഞിട്ട് വേണം ഉപ്പിടാൻ കേട്ടോ. എന്നിട്ട് ഞാൻ നല്ലതുപോലെ ഇളക്കി കൊടുത്തു. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിതൊന്ന് മൂടി വെക്കുകയാണ്. ഒരു 2 മിനിറ്റും കൂടെ ഇതൊന്ന് മൂടി വെക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ 2 മിനിറ്റ് കഴിഞ്ഞു. ഞാനൊന്ന് തുറന്ന് നോക്കി, കണ്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് ഒന്നും കൂടെ കുറുകിയിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി അതനുസരിച്ചിട്ടുള്ള ചൂടുവെള്ളം ചേർക്കുക. അത് മേക്ക് ഷുവർ ചെയ്യണം, ചൂടുവെള്ളം തന്നെ ചേർക്കണം. ഒരിക്കലും നമ്മുടെ പൈപ്പിൽ നിന്ന് നേരിട്ടെടുത്ത വെള്ളം ചേർക്കരുത് കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം ഞാനിവിടെ ഞങ്ങൾക്ക് ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെള്ളം എടുത്ത് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പിടിച്ച് ഈ മസാലയൊക്കെ ഒന്ന് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് അടുത്ത ഒരു 2-3 മിനിറ്റും കൂടെ നമുക്കിതൊന്ന് വേവിക്കാം, ഒന്ന് തിളയ്ക്കാൻ വിടാവേ. ഇപ്പോൾ ഇവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ നല്ല കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ മസാല. ഇനി നമുക്ക് ഈ മസാലയ്ക്കകത്തോട്ട് നമ്മൾ ഓൾറെഡി മുന്നേ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വഴുതനങ്ങ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ലതുപോലെ മിക്സ് ചെയ്തു. ഇനി ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് വേപ്പില, 2-3 ഇല വേപ്പില മേലൊന്ന് തൂവിയിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഒരു മിനിറ്റോളം മതിയാവും കേട്ടോ. ജസ്റ്റ് ഒന്ന് ആ വേപ്പിലയുടെ ഫ്ലേവറൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ 1 മിനിറ്റ് കഴിഞ്ഞു. ഞാനിതൊന്ന് തുറന്ന് നോക്കുക. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കറി. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഗരം മസാല ആഡ് ചെയ്യാണ്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഗരം മസാല ചേർക്കുമ്പോൾ ഒരു ഇറച്ചിയിലൊക്കെ ഒരു രുചിയാണ്, അതുകൊണ്ടാണ് ഞാൻ ഗരം മസാല ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ വഴുതനങ്ങയാണെന്ന് നമുക്ക് തോന്നത്തേ ഇല്ല. ശരിക്കും ഒരു ഇറച്ചിക്കറി കൂട്ടുന്ന ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇനി ഇത് മസാല ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് നമുക്കൊരു 1 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം.
ആ ഗരം മസാലയുടെ മണമൊക്കെ ഒന്ന് പിടിക്കട്ടെ. അപ്പം അതിന് വേണ്ടി ഒന്ന് വേവിക്കാം. ഇതപ്പോൾ ഇവിടെ 1 മിനിറ്റ് കഴിഞ്ഞു, ഞാൻ എടുത്തു. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ നല്ല അടിപൊളി വഴുതനങ്ങ മസാല റെഡിയാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എപ്പോഴും വഴുതനങ്ങ വെക്കുന്നതല്ലേ, ഒരു പ്രാവശ്യം വഴുതനങ്ങ കറി അല്ലെങ്കിൽ വഴുതനങ്ങ മസാല ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിട്ടോ. ഇതാ കണ്ടോ, ഈ ഒരു നല്ല കൊഴുത്തിരിക്കുന്നുണ്ട് കറി. അത് ആ തക്കാളിയുടെയാണ് കേട്ടോ. അപ്പം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു ചെറിയ പുളിയൊക്കെ ഉണ്ട്, നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. ഇതൊരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.